ഹായ് ഗായ്സ്, നമ്മൾ ഇന്ന് പോകുന്നത് പാണിയേലി പോരിലേക്കാണ്. നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പെരിയാർ റിവർ ബാങ്ക്സിന്റെ അടുത്തായിട്ട് ലൊക്കേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു നേച്ചർ സ്പോട്ടാണ് പാണിയേലി പോര്. മോർണിംഗിൽ ഒരു 8 AM ടു ഈവനിങ് ഒരു 5 PM വരെയാണ് ഇവിടെ വിസിറ്റിംഗ് ടൈം വരുന്നത്. സോ നമ്മളിവിടെ റീച്ച് ചെയ്ത് ഒരു 10:30 ഒക്കെ ആയപ്പോഴാണ്. ആൻഡ് ദ എൻട്രി ഫീസ് അഡൽട്ട്സിന് 60 റുപ്പീസും കിഡ്സിന് 15 റുപ്പീസും ആണ്. നോവ ബേബി ഇവിടെ അപ്പടെ അമ്മയുടെ കൈയൊക്കെ പിടിച്ച് ഹാപ്പി ആയിട്ട് നടക്കുവാണ്. ഈ പ്ലാന്റ് കണ്ടോ, ഇതിപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒത്തിരി വൈറലായ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. പക്ഷെ എനിക്ക് അതിൻ്റെ നെയിം അറിയില്ല. ഈ പ്ലാന്റ് ഇവിടെ ഒത്തിരി ഉണ്ട് കേട്ടോ. അകത്ത് കയറി കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. ഒരു 10 മിനിറ്റ്സോളം വാക്കുണ്ട്. അത് കഴിയുമ്പോഴാണ് നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അരികെ എത്തുന്നത്. ഇപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ടെങ്കിലും ഒത്തിരി മരങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് ഷെയ്ഡ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ കൊച്ചു കൊച്ചു ഷോപ്സ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ അവിടുന്ന് കപ്പലണ്ടി മിഠായി, മിച്ചർ മിഠായിയൊക്കെ മേടിച്ചു. ഈ സ്പോട്ട് മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷൻ്റെ ഒരു പാർട്ടാണ്. വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഊഞ്ഞാലുകൾ, ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ബാംബൂ ചെയർസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ആന ഇറങ്ങാറുണ്ട് കേട്ടോ. ആന വെള്ളം കുടിക്കാനായിട്ട് ഈ സ്പോട്ടിൽ ഇടയ്ക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. സോ അതുകൊണ്ട് തന്നെ ഒത്തിരി വൈൽഡ് ആനിമൽസ് ഈ ഫോറസ്റ്റിൽ താമസിക്കുന്നുമുണ്ട്. നമ്മൾ നടന്നു പോകുന്ന വഴി കംപ്ലീറ്റ്ലി ഇല്ലിക്കാടുകളാൽ ചുറ്റപ്പെട്ടതാണ്. അങ്ങനെ നടന്ന് ചെല്ലുമ്പോൾ നമ്മൾ വെള്ളം കണ്ടു തുടങ്ങി. പെരിയാർ റിവർ ആണ് കേട്ടോ ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ നോവ ബേബിക്ക് കാല് കഴിച്ചിട്ടോ. അപ്പം നമ്മൾ നോവ ബേബിനെ എടുത്തുകൊണ്ടായി പിന്നീടുള്ള നടത്തും. ടൈം ഏകദേശം ഒരു ഉച്ച അടുപ്പിച്ചായെങ്കിലും നല്ല തണൽ മരങ്ങളൊക്കെ ഉള്ളത് കാരണം നമുക്കങ്ങനെ വെയിലടിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ടയേർഡൊന്നും ആവത്തില്ല. ആൻഡ് യെസ്, ദിസ് ഈസ് ദ റിയൽ ബ്യൂട്ടി. ഇവിടെയൊക്കെ നമുക്കങ്ങനെ ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. അവർ റോപ്പ് കെട്ടി വെച്ചേക്കുവാണ്. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം വെള്ളം കൂടുതലാണ്. സോ കുറച്ചുകൂടി നടന്നു കഴിഞ്ഞാൽ ആ പാറയുടെ അപ്പുറമായിട്ടാണ് നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലം എന്നാണ് സെക്യൂരിറ്റീസ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ സ്പോട്ടിനെ പറ്റി കേട്ടപ്പോൾ ഇത്രയും വെള്ളമൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. പക്ഷെ ഇവിടെ വന്ന് കഴിയുമ്പോഴാണ് നമുക്ക് ഇറ്റ് വാസ് എ ഹ്യൂജ് പ്ലേസ്. അങ്ങനെ നമ്മൾ നടന്ന് സ്പോട്ടിലെത്തി. മെയിൻ ഗേറ്റിൽ നിന്നും 1.5 കിലോമീറ്ററാണ് നമ്മൾ അകത്തേക്ക് നടക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നട്ടുച്ചയ്ക്കാണ്. പക്ഷേ വെയിലിൻ്റെ ചൂടൊന്നും നമ്മൾ അറിയത്തേ ഇല്ല. ബിക്കോസ് നമ്മൾ വരുന്ന വഴി ഫുള്ള് ഇല്ലിക്കാടുകളൊക്കെയാണ്. അപ്പം ഞാനൊരു സ്പോട്ട് കണ്ടപ്പോൾ അവിടെ ഇറങ്ങി കുറച്ച് നേരം വെള്ളത്തിൽ കളിച്ചു. എന്നെക്കാളും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരാൾ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ നോവ ബേബി. ഇവിടെ ഒരാൾ ഫുൾ ഹാപ്പിയാണ് കേട്ടോ. വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചാടി നിൽക്കുവാണ് അശ്വൻ. പക്ഷെ അവിടെ നല്ല വഴുക്കലുണ്ട് അത്യാവശ്യം. നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ സെക്യൂരിറ്റി ഗാർഡ്സിൻ്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ട് വേണം വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ഇവിടെ ഒരുപാട് റിസ്ക് ഉള്ളൊരു സ്ഥലം. ഈ സ്പോട്ടിൽ ഒരുപാട് ചതിക്കുഴികളുണ്ട്. അതുകൊണ്ട് തന്നെ 90-ലേറെ ആളുകളാണ് ഇവിടെ മരണപ്പെട്ടിരിക്കുന്നത്. സോ യു ഹാവ് ടു ബി വെരി കെയർഫുൾ. നമ്മളിപ്പോൾ നവംബറിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. നവംബർ ടു മെയ് ആണ് ഇവിടെ സീസൺ. പക്ഷെ നമ്മൾ വന്നപ്പോഴും നമുക്കങ്ങനെ കുളിക്കാനായിട്ട് ഇറങ്ങാനൊന്നും പറ്റിയില്ല. ബിക്കോസ് വെള്ളം കൂടുതലായിരുന്നു. ഇതാണ് ഇവിടുത്തെ ഏർമാടം. പക്ഷേ ഇതിപ്പോൾ വർക്കിംഗ് കണ്ടീഷനിലല്ല. പിന്നെ നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് മാറി ഒരു തണലുള്ള ഏരിയ കണ്ടപ്പോൾ അവിടെ ഇറങ്ങി. അതാകുമ്പോൾ കുറച്ച് നേരം നോവ ബേബിക്കും ഇറങ്ങാമല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടൈം പോകുന്നതേ അറിയില്ല കേട്ടോ. വെള്ളത്തിൽ കളിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമയം പോകുന്നത് പൊതുവേ അറിയില്ലല്ലോ. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ നമുക്ക് വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ ഇത്. ലുക്ക് അറ്റ് നോവ ബേബി, ഹി ഈസ് വെരി ഹാപ്പി. നമ്മൾ സെക്യൂരിറ്റീസ് പറയുന്നതനുസരിച്ച് ഇറങ്ങിയാൽ മതി, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അങ്ങനെ നമ്മൾ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ അവസാനിപ്പിച്ച് തിരിച്ചു പോകുന്ന വഴി നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറി. അവിടെ അപ്പോൾ ലേസ് തൂക്കിയിട്ടിരിക്കുന്ന കണ്ടപ്പോൾ നോവ ബേബി അതിൽ കയറി പിടിച്ചു. ഇതൊരു വീടും കടയും കൂടിയാണ് കേട്ടോ. നമുക്ക് അകത്തേക്ക് കയറി കഴിയുമ്പോൾ ഇതുപോലെ ഒത്തിരി കൊച്ചു വീടുകൾ കാണാൻ പറ്റും. അതുപോലെ ഈ വീടുകളിലൊക്കെ ഇലക്ട്രിക് ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടില് ആനകൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കറക്കം എല്ലാം കഴിഞ്ഞപ്പം ഏകദേശം ഒരു 1:45 ആയിട്ടോ ടൈം. അപ്പോഴേക്കും എല്ലാവർക്കും വിശന്നു. അങ്ങനെ നമ്മൾ ഒരു റബ്ബർ തോട്ടത്തിന്റെ അരികത്ത് നിർത്തി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാവരും ബിരിയാണി പീപ്പിൾസ് ആണ് കേട്ടോ. സോ മമ്മി ഇന്ന് ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് യെസ്, ലെറ്റ്സ് ഹാവ് സം ഫുഡ്.
ഇവിടെ ഒരാളാണെങ്കിൽ വെറുതെ പാത്രം വെച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ, കഴിക്കുന്നൊന്നുമില്ല. നമ്മൾ മിക്കപ്പോഴും ഇങ്ങനെ വീട്ടിൽ നിന്ന് ട്രിപ്പ് പോകുമ്പം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകാൻ ചെയ്യാറ്. ബിക്കോസ് ചില സ്ഥലങ്ങളിൽ അങ്ങനെ ഷോപ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ എക്സാമ്പിൾ ആണ് ഈ പ്ലേസ്, അവിടെ അങ്ങനെ ഷോപ്സോ റെസ്റ്റോറൻറ്റ്സോ അങ്ങനെയൊന്നും ഓപ്പൺ അല്ല. ഇത് സീസണൽ ടൈം അല്ല, അതുകൊണ്ടായിരിക്കും മേ ബി. അങ്ങനെ നമ്മൾ പോകുന്ന വഴി മലയാറ്റൂർ ചർച്ചിലൊന്ന് കയറി കേട്ടോ. മലയാറ്റൂർ ചർച്ച് അവിടെ നിന്ന് ഏകദേശം ഒരു 19 മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ. നമ്മൾ പോകുന്ന വഴി തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരാൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവിടെ ആരും അധികം ഉണ്ടായിരുന്നില്ല. സോ നമ്മൾ മാത്രമേ അവിടെ ചർച്ചിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ എക്സ്ട്രാ ഹാപ്പിയാണ്. പിന്നെ നമ്മൾ വീടെത്താറായപ്പം ഏകദേശം ഒരു ഈവനിങ് ടൈം ഒരു 4:30 ആയി. അപ്പം നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി. And Nova baby is happily eating masala dosa here. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.